അക്ഷര, നീ എന്തിനാ ഇങ്ങനെ മുഖം കുത്തി വീർപ്പിച്ച് നിൽക്കുന്നത്? ആ, കാണാൻ ഒട്ടും ഭംഗിയില്ല കേട്ടോ. ഉള്ള ഭംഗി മതി. ഓ, ആ പിന്നെ കഴിക്കാൻ എന്തുണ്ട്? നിങ്ങൾ വിഷയം മാറ്റമൊന്നും വേണ്ട. എന്തായാലും ഞാൻ സമ്മതിച്ചിട്ട് വിശാല് ശ്രുതിമോളെ കാണില്ല. അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാതെ അക്ഷര. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. സാറെവിടെ? താഴെയുണ്ട്. ആ നാരദൻ വന്നിട്ടുണ്ട്. അവിടെ എന്തോ കൊണ്ടുപിടിച്ച ഡിസ്കഷനിലാ. ആര്? സ്വാമിയോ? അല്ലാതെ ഈ കഥയിൽ ആരാ നാരദൻ? അക്ഷര, നിന്റെ ഒരു കാര്യം, നിനക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാ പിന്നെ ആ ദേഷ്യം മനസ്സിലിട്ട് രാഗി മിനുക്കിക്കൊണ്ടേയിരിക്കും. നീ അറിഞ്ഞോ? എന്താ അപ്പച്ചി പറഞ്ഞോ? എന്തായാലും നല്ല കാര്യമായിരിക്കത്തില്ലെന്നറിയാം. നിരഞ്ജ, പുതിയ ആശുപത്രിക്ക് പുറത്തുള്ള ആരുടെയോ പേരിടാനാ പദ്ധതി. പുറത്തുള്ള ആളുടെ പേരോ? ആ, ഞാൻ മറഞ്ഞു നിന്ന് കേട്ടതാ. ആരുടെ പേര്? എടി, നിന്റെ ഡാഡിക്ക് പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ഒരു ദുബായ്ക്കാരി അച്ചിയില്ലേ? തങ്കച്ചിയോ? ആ, തങ്കച്ചി ആയാലും കൊള്ളാം, തങ്കച്ചനായാലും കൊള്ളാം. അവരുടെ ഭർത്താവിന്റെ പേരിലെ ആശുപത്രി. ആ സ്വാമിയുടെ ഐഡിയ. അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നമ്മൾ എന്തിനെതിർക്കണോ അക്ഷര? അതൊക്കെ സാറിന്റെ സ്വാതന്ത്ര്യം. പണം നൽകി സഹായിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി ആ തങ്കച്ചിയുടെ ഗമ കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്റെ ഭർത്താവിന്റെ പേര് ആശുപത്രിക്ക് ഇടാമെന്ന് ചോദിച്ചപ്പോ അയാളെ കൊടുത്ത് അട്ടഹസിക്കായിരുന്നു. ഇപ്പൊ വഴിയെ പോകുന്ന പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ പേരിടാം, ഒരു കുഴപ്പമില്ല. സ്വാമി, എന്താ സ്വാമി, ആശുപത്രിക്ക് പുതിയ പേരൊക്കെ കൊണ്ടുവന്നെന്ന് കേട്ടു. പേരിട്ടോ സ്വാമി? എന്റെ പൊന്നു മേഡം, ആ തങ്കച്ചി എന്ന് പറയണ മേഡം ഒരു ആഗ്രഹം പറഞ്ഞു. ഞാനത് സാറിനോട് പറഞ്ഞു, അത്രയോ. അല്ല, പറഞ്ഞത് സ്വാമി ആയതുകൊണ്ട് സാറ് സമ്മതിച്ചേക്കും. ആരാ സ്വാമി തങ്കച്ചി? നേരിട്ട് എനിക്ക് അറിയത്തില്ല സാറേ, ഒരു ഫണ്ടർ മുഖേനുള്ള പരിചയം. എന്തായാലും ആശുപത്രി ഉദ്ഘാടനത്തിന് വിളക്ക് തെളിക്കാൻ തങ്കച്ചി വരും, അന്നേരം കാണാലോ.